എല്ലാ കൂട്ടുകാർക്കും അനു അന്മയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ മുരിങ്ങക്കായ വെച്ചിട്ട് നല്ല ഒന്നാന്തരം ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റോട് കൂടി തയ്യാർ ചെയ്തെടുത്തിരിക്കണം നമുക്ക് നോക്കാം. അതിനു മുമ്പായി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ആളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തീയൽ തയ്യാർ ചെയ്തെടുക്കണം നമുക്ക് നോക്കിയാലോ. ഈ ഒരു തീയൽ ചോറിന് മാത്രമല്ല കേട്ടോ, ദോശയ്ക്കും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം. തീയൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 മുരിങ്ങക്കായ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ എന്തായാലും ഇരിക്കട്ടെ. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാർ ചെയ്തെടുക്കണം. അരപ്പിന് വേണ്ടിയിട്ട് അരമുറി നാളികേരം, ഒരു 3-4 കൊച്ചുള്ളി കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ആദ്യം നമ്മുടെ തേങ്ങയിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടട്ടെ. അതിനുശേഷം നമ്മളിതിനകത്തോട്ട് സ്വല്പം വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി മുളകൊക്കെ നമുക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ തേങ്ങയുടെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതൊരു ചെറു തീയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഫ്രൈ ആയി വന്നോട്ടെ. ഈ ഒരു സമയം ഇതിനകത്തോട്ട് സ്വല്പം ഉലുവ ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഈ ഒരു സമയം ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ചെറുതീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. ഇനി ഈ ഒരു സമയം സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി 1 സ്പൂണോ 1.5 ടീസ്പൂണോ നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വെള്ളം സ്വല്പം വെള്ളം ചേർക്കാൻ പാടൂ. എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ തീയലിനുള്ള അരപ്പ് ഇവിടെ റെഡിയാവും. ഇതെന്തായാലും ചൂടൊക്കെ ഒന്ന് ആറട്ടെ. ചൂടാറിയ ശേഷം കുറച്ച് വെള്ളം ചേർക്കാൻ പാടൂ. എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരപ്പ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. പാനിനകത്തോട്ട് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടായി എന്ന് കാണുമ്പോൾ സ്വല്പം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നോട്ടെ. ഇതിനകത്തോട്ട് എരിവിനനുസരിച്ചിട്ടൊരു 4 പച്ചമുളകും ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സവാള ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒത്തിരി ഒന്ന് ബ്രൗൺ കളർ ആവണമെന്നില്ല. ജസ്റ്റ് ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതിയാവും. തുറന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇളക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സവാളയ്ക്കൊന്ന് വഴണ്ട് വരട്ടെ. സവാള ഈ ഒരു ലെവലാവുമ്പോൾ ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മുരിങ്ങക്കായ അതുകൂടെ ഈ ഒരു സമയം ചേർക്കാം. മുരിങ്ങക്കായ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ആ എണ്ണയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരണം. ഉള്ളിലും എണ്ണയിലൊക്കെ കിടന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി വരാനുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് കുക്ക് ചെയ്യാം. എന്തായാലും ഒരു മൂടി ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയിൽ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടച്ചു വെച്ചാലും ഇടയിലൊരു 3-4 തവണ ഞാൻ ഇളക്കി കൊടുക്കും. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അതോടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങക്കായൊക്കെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നാരങ്ങ വലുപ്പത്തിൽ സ്വല്പം പുളി എടുത്തിട്ടുണ്ട്. വാളംപുളി നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഒരു പുളിയുടെ ആ ഒരു ഇതിൽ കിടന്ന് നമ്മുടെ മുരിങ്ങക്കായ നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ പുളിവെള്ളം നന്നായി തിളച്ച് നമ്മുടെ മുരിങ്ങക്കായയിലൊക്കെ പുളിയൊക്കെ നന്നായി ഒന്ന് പിടിച്ച് വരട്ടെ. അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുണ്ടോ, പുളി വെള്ളത്തേക്കാൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം കറിക്ക് ആവശ്യമായ അളവിൽ ഉപ്പും സ്വല്പം കറിവേപ്പില കൂടെ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ ആ ഒരു അരപ്പ് അതുകൂടെ ഈ ഒരു സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് എത്രയാണോ തീയൽ പൊതുവേ നല്ല കട്ടിയിലാണ് ഇരിക്കാറ്. നമുക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് സ്വല്പം വെള്ളം കൂടെ ചേർക്കാം. പിന്നെ ഇത് ഇരിക്കെ നന്നായി കുറുകും. അപ്പോൾ ഞാൻ സ്വല്പം ഗ്രേവി ടൈപ്പായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിയുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തീയലൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങക്ക തീയൽ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഈ ഒരു സമയം ഉപ്പും എരിവും പുളിപ്പൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ചോറിനൊപ്പം മാത്രമല്ല ദോശയ്ക്കും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം തീയലാണ്. ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.